31-ാം തീയതി അതിന്റെ കാഹളം മുഴങ്ങാൻ പോവുകയാണ്. രാംലീല മൈതാനത്ത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ചേർന്നൊരു ബഹുജന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ 31-ാം തീയതി ഇന്ത്യ ഒന്നാകെ ഇളകാൻ പോവുകയാണ്. ശ്രീപ്രകാശ്, നോക്കൂ, നിങ്ങൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് 2 മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിങ്ങൾ അകത്താക്കിയിരിക്കുന്നു. പ്രചരണത്തിനുള്ള എല്ലാ സാവകാശവും നിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ വഴികൾ നിങ്ങൾ അടച്ചിരിക്കുന്നു. നിങ്ങൾ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് ചായ കുടിക്കാൻ പോലും പണമില്ലാത്ത രീതിയിൽ കോൺഗ്രസിനെ നിങ്ങൾ പൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വേച്ഛാധിപത്യം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ, പ്രതിപക്ഷത്തെ എന്നാണോ? പ്രതിപക്ഷം അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ BJP-യെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. BJP ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ജനങ്ങളെ. വേണ്ട. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ മുന്നിൽ 10 വർഷക്കാലത്തെ പ്രോഗ്രസ് കാർഡ് കൊടുത്ത് മാർക്കിട്ടാണ് BJP വോട്ട് ചോദിക്കുന്നത്. 10 വർഷക്കാലത്തെ BJP-യുടെ പ്രോഗ്രസ് കാർഡ്, 300-ലേറെ പദ്ധതികൾ, നാട്ടിലെ സാധാരണക്കാരനും പാവപ്പെട്ടവനും വേണ്ടി നടപ്പാക്കിയിട്ടുള്ള 300-ലേറെ പദ്ധതികൾ. ഈ പദ്ധതികൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയും BJP-യും NDA സഖ്യവും വോട്ട് ചോദിക്കുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചു, ഈ കെജ്രിവാളിനുമായി പ്രശ്നം എന്താണ്? കെജ്രിവാളിന്റെ ഇഷ്യൂ 2021-ലെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ MP-മാരെ അറസ്റ്റ് ചെയ്യുന്നു, കവിതയെ അറസ്റ്റ് ചെയ്യുന്നു. ഈ കാര്യത്തിൽ 9 തവണ ഡൽഹിയുടെ മുഖ്യമന്ത്രിക്ക് ED സമൻസ് അയച്ചു, വരാൻ പറഞ്ഞു, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വരണമെന്ന് പറഞ്ഞു. 9 തവണ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത് ഹാജരാവാത്ത മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ പോയി, ഡൽഹി ഹൈക്കോടതിയിൽ പോയി ഞാൻ ഹാജരാവേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഉത്തരവിന് പോയപ്പോൾ ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പെറ്റീഷൻ തള്ളി. ED വിളിക്കുന്നത് ന്യായമായ കാര്യത്തിനാണ്, ചോദ്യം ചെയ്യാനാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഹാജരാവണം എന്ന് പറഞ്ഞിട്ട് പോലും 9 തവണ ഒരു മുഖ്യമന്ത്രിക്ക് 9 തവണ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുത്ത് ഹാജരാവാത്ത മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിൽ എടുക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക? കസ്റ്റഡിയിൽ എടുത്ത അന്ന് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തു. ആ ഹർജി സുപ്രീം കോടതി പിറ്റേ ദിവസം പരിഗണിക്കാനിരിക്കെ ആ ഹർജി പിൻവലിച്ചു. കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി. കോടതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കീൽ വന്ന്, അഭിഭാഷകൻ വന്ന് അദ്ദേഹത്തിന് വേണ്ടി ജാമ്യത്തിന് വേണ്ടി വാദിച്ചു. ജാമ്യത്തിന് വേണ്ടി വാദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കേസ് നിലനിൽക്കുന്നതാണ്, ജാമ്യം കൊടുക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തെ 6 ദിവസം പോലീസിന്റെ ED-യുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. ഞാൻ പറയുന്നത്, നോക്കൂ അരുൺ, ഞാൻ പറയുന്നത് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിട്ടുള്ള കോടാനുകോടിയുടെ അഴിമതി, ആ അഴിമതി കൃത്യമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് പുറത്തു വരുമ്പോൾ ഞാൻ പറയട്ടെ, കള്ളന്മാരുടെ കൂട്ടമാണ് 31-ാം തീയതി കൂടാൻ പോകുന്നത്. കള്ളന്മാരുടെ കൂട്ടത്തിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യും. 410 സീറ്റോടുകൂടി മൂന്നാം തവണ നരേന്ദ്രമോദി NDA അധികാരത്തിൽ വരും. 2 ചോദ്യങ്ങളാണ്. ശ്രീപ്രകാശ്, 410 സീറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യക്കൊപ്പം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ചേർക്കണം. വേണ്ട, ബാക്കി എവിടുന്ന സീറ്റ് കിട്ടുക? നിലവിലുള്ള ഇന്ത്യയിൽ നിന്ന് ഞാൻ പറയട്ടെ, നിലവിലുള്ള ഇന്ത്യയിൽ എത്ര സീറ്റ് ഉണ്ട് അരുൺ? 543 സീറ്റിൽ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? കേരളത്തിൽ നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? 2 കർണാടകത്തിൽ എത്ര കിട്ടും? കഴിഞ്ഞ തവണ അഭിപ്രായം, തമിഴ്നാട്ടിൽ ഞങ്ങൾ 10-ലേറെ സീറ്റുകൾ വാങ്ങും. കേരളത്തിൽ പോലും ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ജയിച്ചു വരും. കേരളത്തിൽ പോലും ഞങ്ങൾ ജയിച്ചു വരും. ഇന്ത്യയിൽ കർണാടകത്തിൽ ഞങ്ങൾ തൂറ്റുമാറും. ഈ 100 ആളുകളുടെ കൂക്കലിൽ അരുൺ വീണ്ടും പോണ്ട. അരുൺ ഈ കേരളം ആകെ സഞ്ചരിക്കുന്ന ആളാണ്, ഇന്ത്യ ആകെ സഞ്ചരിക്കുന്ന ആളാണ്. ബിജെപിയുടെ തരംഗം ഈ പ്രാവശ്യത്തെ ബിജെപിയുടെ തരംഗം എന്ന് പറയുന്നത് 10 വർഷത്തെ പ്രോഗ്രസ് കാർഡാണ്, 10 വർഷത്തെ ഭരണനേട്ടമാണ്. ഒരു ചോദ്യം കൂടി അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് ഞാൻ പറയാം. അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി. നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ ED ചോദ്യം ചെയ്തിരിക്കുന്നു, ജയിലിൽ അടച്ചിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് കൈക്കൂലി കൊടുത്തുവെന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, ഒരു മദ്യ വ്യവസായി, അരവിന്ദ് ഫാർമയുടെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പേര് ശരത്ചന്ദ്ര റെഡ്ഡി. ആ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ കയ്യിൽ നിന്ന് BJP എത്ര രൂപ വാങ്ങിയത്? അത് ഞാൻ പറയാം. ആ ചോദ്യം പ്രതീക്ഷിച്ചു, ഞാൻ പറയാം. ആ റെഡ്ഡിയെ ED അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് റെഡ്ഡിയെ ചോദ്യം ചെയ്യുന്നു. റെഡ്ഡി ചോദ്യം ചെയ്ത സമയത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറയുന്നില്ല. അരവിന്ദ് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാളെ എങ്ങനെയാണ് അപ്രൂവർ ആക്കുക? CRPC പ്രൊവിഷൻ ഉണ്ട്. CRPC ചോദ്യം ചോദിച്ച് പിന്നെ അരുൺ CRPC 306 വകുപ്പുണ്ട്. ആ 306 വകുപ്പ് പ്രകാരം പ്രതി സ്വമേധയാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്, ഇന്ന ആളുകളൊക്കെ ഇതിലുണ്ട് എന്ന് യാതൊരു പേടിക്കോ വെപ്രാളത്തിനോ സമ്മർദ്ദത്തിനോ വകയില്ലാതെ
മജിസ്ട്രേറ്റ് മുന്നിൽ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ മാപ്പ് സാക്ഷിയാക്കുന്നത്. ശരി, ശരി. അയാളുടെ കയ്യിൽ നിന്ന് എത്ര കോടി വാങ്ങി? ഞാൻ പറയട്ടെ പറഞ്ഞോളൂ. ദയവ് ചെയ്ത് അരുൺ പറഞ്ഞോളൂ കേൾക്കണ്ടേ? പറഞ്ഞോളൂ. അതാ ഞാൻ പറയുന്നത്. അപ്പൊ അരുൺ, അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ, ആ പ്രൊസീജിയർ നിയമപ്രകാരമുള്ള മജിസ്ട്രേറ്റിനെയും കോടതിയും അരുൺ വിശ്വസിക്കുന്നുണ്ടല്ലോ. മജിസ്ട്രേറ്റ് വലിയ വിശ്വാസമൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലോവർ കോടതികളുടെ കാര്യത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതപ്പെടുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അരുൺ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഇത് കാണുന്ന നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്നുവെന്നല്ല, ലോവർ കോടതികളിലെ ജഡ്ജിമാർ രാഷ്ട്രീയമായ പക്ഷപാതിത്വത്തോടുകൂടി പെരുമാറുന്ന സാഹചര്യമുണ്ടെന്ന് പിന്നീട് അവർ മന്ത്രിയാവുകയും പിന്നീട് അവർ സ്ഥാനാർത്ഥിയാവുകയും രാജ്യസഭാംഗത്വത്തിൽ എടുക്കു പോവുകയും ചെയ്ത് കാണുന്നുണ്ട്. നമ്മൾ ഹാജരാവുന്ന വക്കീൽ പറയുന്നതാണ് ഈ അരുണിന് വലുതെങ്കിൽ ഈ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ അതിനെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അതിനെ ബഹുമാനിക്കുന്ന ആളാണ് 140 കോടിയിൽ ഭൂരിപക്ഷമാണ്. അരുൺ ഒരു എക്സെപ്ഷണൽ കേസ്. എന്നെ സംബന്ധിച്ച് ജുഡീഷ്യറി വിമർശനത്തിന് അധീനമൊന്നുമല്ല. ജുഡീഷ്യറി വിമർശിക്കാം. പക്ഷേ വിമർശനമാണ് സാർ. ആ വിമർശനം എടുത്തോളൂ. പക്ഷേ എന്റെ ചോദ്യത്തിലേക്ക് വരും. 50 കോടി രൂപ 59 കോടി രൂപ BJP ഈ മദ്യ വ്യവസായിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? അതാണ് ഞാൻ പറഞ്ഞത്. കെജ്രിവാളിനെതിരെ സാക്ഷി പറയാൻ വേണ്ടി ഒരാളെ സാക്ഷിയാക്കണമെങ്കിൽ സാക്ഷിയാക്കേണ്ട ആളുകൾക്ക് അങ്ങോട്ടല്ലേ പണം കൊടുക്കുന്നത്? സാക്ഷിയാക്കേണ്ട ഏത് വ്യവസായ ഭീമനും സാക്ഷിയാക്കേണ്ട ആളുകൾക്ക് അങ്ങോട്ടാണ് പണം കൊടുക്കേണ്ടത്. BJPക്ക് പണം തരികയല്ല ചെയ്തത്. അയാൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി പല രാഷ്ട്രീയ പാർട്ടിയും കൊടുത്തു. BJPക്ക് എത്ര കൊടുത്തു? മാത്രമല്ല BJP ഇന്ത്യ രാജ്യത്ത് 1500-ലേറെ MLA-മാരുടെ പാർട്ടിയാണ്. ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന അരബിന്ദോ ഫാർമയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മദ്യ വ്യവസായി, മദ്യനയ കേസിൽ പ്രതിയാ ചേർക്കപ്പെട്ടിരുന്നയാൾ, പിന്നീട് മാപ്പുസാക്ഷിയാക്കപ്പെട്ടിരുന്നയാൾ, ആം ആദ്മി പാർട്ടിക്ക് എത്ര കോടി കൊടുത്തു എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ? 0. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. BJPക്ക് കൊടുത്തത് 59 കോടി. ആം ആദ്മി പാർട്ടിക്ക് 100 കോടി രൂപ. എവിടെ? 100 കോടി രൂപ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല സാർ. ആ കേസിൽ സാറിന് മുന്നിലോ റിപ്പോർട്ടർ ചാനലിന് മുന്നിലോ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ശ്രീപ്രകാശ്. നമ്മൾ അതിൽ ആവശ്യത്തിൽ മാത്രം. പക്ഷേ ചോദ്യം ഇതാണ്, ഒരു മിനിറ്റ്. ഡൽഹി ഹൈക്കോടതി ഈ കെജ്രിവാളിന്റെ പെറ്റീഷൻ തള്ളി ഹാജരാവാൻ പറഞ്ഞു. ED അറസ്റ്റ് ചെയ്തു, ജാമ്യം കൊടുത്തില്ല. ഒന്നും കാണാതെ ഒരു മുഖ്യമന്ത്രിയെ, ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയെ ED അറസ്റ്റ് ചെയ്ത് കോടതി കസ്റ്റഡിയിൽ കൊടുക്കണമെങ്കിൽ അതിന് വ്യക്തമായ സമ്മതിച്ചു. 2014 മുതൽ ഇന്നേ വരെ ED കേസ് ചാർജ് എത്ര കേസ് ഷീറ്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്? 3010 ചാർജ് ഷീറ്റുകളാണ്. ഇതിൽ എത്ര ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സാർ? നമ്പർ 24. ഇന്ത്യ രാജ്യത്ത് കേരള പോലീസ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകൾ ചാർജ് കാരണം അവിടെ എന്താണ്? അവിടെ നോക്കൂ, കുറ്റാരോപിതനായ വ്യക്തി ജയിലിൽ കിടക്കുന്നു ഒരു ദീർഘകാലം.